ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ഡെസേർട്ട് റെസിപ്പി എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. അതായത് ഒട്ടും തന്നെ ഡെസേർട്ട് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും എന്തെങ്കിലും വീട്ടിൽ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് സ്റ്റാർ ആവാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ. പിന്നെ കുറച്ച് ഞാൻ ടിപ്സൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാവരും അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള നല്ലൊരു ഡെസേർട്ടാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ അതുപോലെ ഈ ഒരു ഡെസേർട്ടിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്കുള്ള എല്ലാ സംഭവങ്ങളും നേരത്തെ തന്നെ റെഡിയാക്കി വെക്കാം. അപ്പോൾ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ്റെ ആ ഒരു സമയത്ത് മാത്രം നമുക്കിത് ഇങ്ങനെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചാൽ മതിയാകും. അതുപോലെ നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളിത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു സിമ്പിൾ ഡെസേർട്ടിലേക്ക് പോവാം. അപ്പോൾ നമുക്കിതിലേക്കുള്ള ബട്ടർ സ്കോച്ചിൻ്റെ സോസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും, അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര മെൽറ്റ് ആവുന്ന വരെ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചൂടാക്കിയെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെ എപ്പോഴും നല്ല പരന്ന പാത്രം എടുക്കുന്നതാണ് ഇതുപോലത്തെ റെസിപ്പീസിലൊക്കെ നല്ലത്. കാരണം പെട്ടെന്ന് പഞ്ചസാര മെൽറ്റായി കിട്ടും. ഇതിപ്പോൾ കുഴിയുള്ള ചെറിയ പാത്രം ആയതുകൊണ്ട് തന്നെ മുകളിലുള്ള പഞ്ചസാര ഒന്നും പെട്ടെന്ന് മെൽറ്റായി കിട്ടില്ല. അപ്പോൾ അതങ്ങനെ ചെറിയ കട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് ചെറുതായിട്ട് മെൽറ്റായിട്ട് വരുന്നുണ്ട് അടിഭാഗത്ത്, കണ്ടോ. അപ്പോൾ ഇത് പരന്ന പാത്രമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ഒരേപോലെ തന്നെ മെൽറ്റായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ശരിക്കും മെൽറ്റായി തുടങ്ങിയാൽ മിക്സ് ചെയ്യരുത്, പക്ഷേ ഇത് ചെറിയ പാത്രം ആയതുകൊണ്ടാണ് ഞാനിത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ നന്നായിട്ട് ഇപ്പോൾ മെൽറ്റായിട്ട് അടിഭാഗത്ത് നന്നായിട്ട് മെൽറ്റായിട്ട് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. ഇപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണ്ട, ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ നന്നായിട്ട് മെൽറ്റായ ശേഷമാണ് ഞാൻ പിന്നെ സ്പൂൺ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും പഞ്ചസാരയിൽ ചെറിയ തരിയൊക്കെ കാണുന്നില്ലേ, അപ്പോൾ അതുകൊണ്ട് അതുകൂടെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അതും കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ, അല്ലെങ്കിൽ ഈ ഒരു ബട്ടർ സ്കോച്ച് സോസിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും, കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്, നന്നായിട്ട് കാരമലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാനുണ്ട്. ബട്ടർ ഞാൻ 1/4 കപ്പ് നന്നായിട്ട് മെൽറ്റായിട്ടുള്ള ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അതായത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ബട്ടർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത്. നന്നായിട്ട് തണുപ്പൊക്കെ പോയിട്ട് റൂം ടെമ്പറേച്ചറിൽ വന്ന ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ സോസ് കേട് വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ബട്ടർ മെൽറ്റ് ആവുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മളിതിലേക്ക് 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് കൊടുക്കുക. പാല് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒട്ടും തന്നെ തണുപ്പ് പാടില്ല. അതുപോലെ തന്നെ പാക്കറ്റ് പാലാണ് ഏറ്റവും നല്ലത്. നമ്മളെ ഫ്രഷ് മിൽക്കിനേക്കാളും നല്ലത് പാക്കറ്റ് പാലാണ്. നാട്ടിലെ ഫ്രഷ് മിൽക്കാണ് പറഞ്ഞത് കേട്ടോ, അതിനേക്കാളും നല്ലത് പാക്കറ്റ് പാലാട്ടോ. അപ്പോൾ നമ്മൾ ഈ 1/2 കപ്പ് പാൽ ഒഴിച്ച പാടന്നെ ഇതുപോലെ കാണാം. ബട്ടർ മെൽറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പാൽ ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ കാണാം, കുഴപ്പമൊന്നുമില്ല. ചെറിയ ഫ്ലെയിമിൽ വെക്കുക, എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം കറക്റ്റായി കിട്ടും. പിന്നെ സാധാരണ ബട്ടർ സ്കോച്ചിൻ്റെ സോസിൽ നമ്മൾ പാലല്ല ഒഴിക്കാറ്, വിപ്പിംഗ് ക്രീമാണ് ഒഴിക്കാറ്. അപ്പോൾ അതിന് പകരമാണ് ഞാനിപ്പോൾ പാൽ വെച്ചിട്ട് കാണിക്കുന്നത്. അപ്പോൾ രണ്ടും ചെയ്താലും നമുക്ക് സോസ് റെഡിയായി കിട്ടും. വിപ്പിംഗ് ക്രീം ആകുമ്പം ഈ ഒരു പ്രശ്നമൊന്നും വരില്ല, ഇതുപോലെ കട്ട കുത്തിയിട്ട് ഇങ്ങനെയൊന്നും വരില്ല. പക്ഷേ കുഴപ്പമൊന്നുമില്ല, പാൽ ഒഴിച്ചാലും നമുക്കിത് മിക്സ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. ഞാൻ മുമ്പും പാൽ വെച്ചിട്ട് തന്നെയായിരുന്നു ബട്ടർ സ്കോച്ചിൻ്റെ സോസ് റെഡിയാക്കിയിരുന്നത്. അപ്പോൾ അതാ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, വല്ലാണ്ട് തിളയ്ക്കേണ്ട. എന്നിട്ട് നമ്മളിതൊന്ന് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു പിരിഞ്ഞ പോലെയൊക്കെ കാണാം. അപ്പോൾ അത് പിരിഞ്ഞതല്ല, ഇതിങ്ങനെ അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും, സോസ് പോലെ തന്നെ കിട്ടും. അപ്പോൾ അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ സ്ട്രെയിനർ യൂസ് ചെയ്യുമ്പം നിങ്ങൾ ചായ അരിക്കുന്ന അരിപ്പ തന്നെ എടുക്കുക കേട്ടോ, ഇത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ അതാ ഇതുപോലെ ഇരിക്കും. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഈ സോസ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, അതായത് ഡെസേർട്ടൊന്നും ഉണ്ടാക്കി പരിചയമില്ലാത്തവർക്ക് ഇത് പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. പുറത്തുനിന്ന് ബട്ടർസ്കോച്ചിൻ്റെ സോസ് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നാട്ടിലും കിട്ടുന്നുണ്ട്, ഇവിടെയും എല്ലായിടത്തും കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കേക്ക് വേണം, ഒരു സ്പോഞ്ച് കേക്ക് വേണം. അപ്പോൾ ഞാനിത് ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ബേക്കിംഗ് പൗഡറും വനില എസൻസും അതുപോലെ ഓവണൊന്നും യൂസ് ചെയ്യാത്ത കേക്കായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം. അപ്പോൾ ഞാനിതുപോലെ ഒരു പീസ് മാറ്റി വെച്ചിരുന്നല്ലോ. അപ്പോൾ എന്തിനാണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു മാറ്റി വെച്ചിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഒരു ദിവസമൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അതുപോലെ ഇനിയിപ്പോൾ ഒരുപാട് പേര് ചോദിക്കും, ഇനിയിപ്പോൾ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കേണ്ട, ഡെസേർട്ട് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഇതിപ്പോൾ ഒരു ഫയർലെസ് കോമ്പറ്റീഷനൊക്കെ പറ്റിയുള്ള നല്ലൊരു റെസിപ്പിയാണ്. കാരണം നമുക്ക് സ്പോഞ്ച് കേക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പം സ്പോഞ്ച് കേക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഡെസേർട്ട് ഉണ്ടാക്കാൻ അറിയാത്തവർ ഇതുപോലെ ചെയ്യുക. ബാക്കിയുള്ളവർ വീട്ടിൽ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുക കേട്ടോ. ഇനി ഞാൻ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇത് കുത്തി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുത്തി കൊടുക്കുക. ഇനി അതുപോലെ നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് വേണം. അതുപോലെ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണൊക്കെ മതി കേട്ടോ തേങ്ങാപ്പാൽ, ഒരുപാടൊന്നും വേണ്ട. എന്നിട്ട് വല്ലാണ്ട് ലൂസാക്കരുത് കേട്ടോ ഈ ഒരു മിക്സ്ചർ. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് ഈ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. പിന്നെ നിങ്ങളിപ്പോൾ ഈ ഒരു കേക്ക് വെച്ചിട്ടുള്ളത് ഒരു പുഡിങ്ങിൻ്റെ ട്രേയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് മുകളിൽ ഒന്നാകെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ നമ്മളിപ്പോൾ ഇതൊരു പ്ലേറ്റിലല്ല വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഇതെല്ലാം കൂടി ഒഴിക്കുമ്പോൾ ചിലപ്പോൾ താഴേക്കൊക്കെ പോകും. അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പം പെട്ടെന്ന് വലിച്ചെടുക്കും. സ്പോഞ്ച് കേക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വലിച്ചെടുക്കും. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു തേങ്ങാപ്പാലിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. അതുപോലെ തണുപ്പിച്ചെടുക്കുമ്പോഴൊക്കെ നല്ല സോഫ്റ്റ്, നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ ടെക്സ്ചർ തന്നെ ആയിരിക്കും ഈ ഒരു ഇതിനുണ്ടാവുക. അതുപോലെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫയർലെസ് കോമ്പറ്റീഷന് പറ്റിയിട്ടുള്ള റെസിപ്പീസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇത് ഫയർലെസ് കോമ്പറ്റീഷന് പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. കാരണം നമ്മൾ പുറത്തുനിന്ന് ബട്ടർസ്കോച്ചിൻ്റെ സോസ് വാങ്ങിക്കുക, അതുപോലെ പുറത്തുനിന്ന് സ്പോഞ്ച് കേക്ക് വാങ്ങിക്കുക, എന്നിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഫയർലെസ് കോമ്പറ്റീഷൻ റെസിപ്പി ആയില്ലേ. അപ്പോൾ ഇനി നമ്മൾ ബട്ടർസ്കോച്ചിൻ്റെ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഞാനിപ്പോൾ ഇത് കുറച്ചധികം ബട്ടർസ്കോച്ചിൻ്റെ സോസ് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം അധികം ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ, കാരണം നമ്മളിപ്പോൾ ഇതിൽ കണ്ടൻസ്ഡ് മിൽക്കും തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തില്ലേ, അപ്പം അതിൻ്റെ ഒരു മധുരം ഉണ്ടാവും. അതിൻ്റെ കൂടെ നമ്മൾ ഈ ബട്ടർസ്കോച്ചിൻ്റെ സോസ് ഒരുപാട് ഒഴിക്കുമ്പോൾ ഭയങ്കര മധുരമാവും. അപ്പം ഏകദേശം പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ ഒഴിച്ചാൽ മതിയാവും. ഞാൻ പിന്നെ ഒരു ഫോട്ടോയുടെ ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കുറച്ചധികം ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ഒഴിക്കേണ്ട. പിന്നെ അതുപോലെ ബട്ടർസ്കോച്ചിൻ്റെ സോസ് നമ്മൾ കുറച്ച് നേരം പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ കട്ടിയാവും, അല്ലെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചാലും കുറച്ചുകൂടെ കട്ടിയാവും നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട്ടിലുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ നമ്മളിത് സെറ്റ് ചെയ്യാൻ നേരത്ത് ഒന്ന് ചൂടാക്കിയിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. ആ തണുപ്പോട് കൂടിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ശരിയായി കിട്ടില്ല. അപ്പോൾ ഒന്ന് ചൂടായിട്ട് ഇതിന് മേലെ ഒഴിച്ചു കൊടുക്കുക. ഇതൊക്കെ അറിയാവുന്നവർ ഒരുപാട് പേരുണ്ടാവും, പക്ഷെ അറിയാത്തവർ കൂടുതൽ പേർക്കും അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാം. ഇനി ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ന്യൂട്ടെല്ലയും അതുപോലെ കുറച്ച് പാലും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതുപോലെ പൈപ്പിംഗ് ബാഗിൽ അത് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. നല്ല കട്ടിയിൽ ലൈൻ ചെയ്യുക. ആദ്യം നല്ല തിന്നായിട്ട് ലൈൻ ചെയ്തിട്ട് പിന്നെ കട്ടിയിലാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിന് പകരം വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം ചെയ്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ന്യൂട്ടെല്ല യൂസ് ചെയ്യാൻ കാരണം ഇതിനായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം മാത്രം എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ന്യൂട്ടെല്ല യൂസ് ചെയ്തിട്ടുള്ളത്. ന്യൂട്ടെല്ല ആകുമ്പോൾ പിന്നെ നമുക്ക് ഈസി അല്ലേ. ഇതുപോലെ പിന്നെ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു സ്ക്യൂവറോ വെച്ചിട്ട് ഇതുപോലെ സിഗ്സാഗായിട്ട് തിരിച്ചും അങ്ങനെ ലൈൻ ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. വെറുതെ ഒരു ഡെക്കറേഷൻ അത്രയേ ഉള്ളൂ. ഇനിയിപ്പം ഇങ്ങനെ ന്യൂട്ടെല്ലേൻ്റെ ഇതൊന്നും വെക്കണമെന്നില്ല. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു കാരമൽ മാത്രം ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെസേർട്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സ്പോഞ്ച് കേക്ക് ആണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ നിങ്ങൾക്ക് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഫോർക്ക് കൊണ്ട് കുത്തി കൊടുത്തിട്ട് കുറച്ചുകൂടെ കൂടുതൽ തേങ്ങാപ്പാലിൻ്റെയും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ മിക്സ്ചർ ഒന്ന് കൂടുതൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് സോഫ്റ്റായി കിട്ടും കേട്ടോ.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഡെസേർട്ട് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫയർലെസ് കോമ്പറ്റീഷൻ റെസിപ്പീസ് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യാൻ കാരണം കേട്ടോ. അപ്പം തീർച്ചയായിട്ടും അങ്ങനത്തെ കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടാകുമ്പം ഈ ഒരു ഡെസേർട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഡെസേർട്ട് ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഞാൻ ടിപ്സ് പറഞ്ഞു തന്നില്ല. നിങ്ങൾക്ക് സ്പോഞ്ച് കേക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം, ഈ ബട്ടർസ്കോച്ചിൻ്റെ സോസ് പുറത്തുനിന്ന് വാങ്ങിക്കാം, എന്നിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് നല്ലൊരു ഡെസേർട്ട് ഉണ്ടാക്കാമല്ലോ. പിന്നെ ഞാൻ ഫോട്ടോയുടെ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കാരമൽ ഇങ്ങനെ സൈഡിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് കട്ടിയാവും. അപ്പോൾ അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്ലേറ്റിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് വേറെ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാൻ കാരമൽ വെച്ചിട്ടുള്ള പ്ലേറ്റിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കുറച്ച് നേരം തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ ഈ ഒരു ഡെസേർട്ട്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ. കണ്ടോ, നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്ന. അപ്പോൾ ഞാനിപ്പോൾ ഇത് സൈഡിലത്തെ കാരമലൊക്കെ മാറ്റിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും നല്ല സ്പോഞ്ചി ആയിട്ട് നല്ല ജ്യൂസി ആയിട്ട് തന്നെ ഇരിക്കുന്നത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ല, ആ ഒരു ടെക്സ്ചറാണ് ഇപ്പോൾ ഈ ഒരു ഡെസേർട്ടിനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഡെസേർട്ട് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളിതിന് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.